ഡൽഹിയിൽ 1 കോടി രൂപയുടെ സ്വർണം കവർന്നു. 1/2 കിലോ സ്വർണവും 35 കിലോ വെള്ളിയുമാണ് കവർന്നത്. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, വിവരങ്ങൾ അജീഷ്. രജിത്ത്, ഇന്നലെ ഉച്ചയ്ക്ക്, അതായത് പട്ടാപ്പകലാണ് ഈ മോഷണം നടക്കുന്നത്. ഇന്നലെ ഈ ബൈറോൺ മന്ദിർ ചാന്ദിനി ചൗക്കിൽ നിന്നും ബൈറോൺ മന്ദിറിലേക്ക് പോവുകയായിരുന്നു ഈ 2 പേർ. ഇവരൊരു സ്കൂട്ടറിലായിരുന്നു പോകുന്നത്. ഒരു ജ്വല്ലറിയിലേക്ക് ഈ ജ്വല്ലറിയിലെ ആഭരണങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു അവിടെ കൊടുക്കാനായിട്ട്. ഈ സമയത്താണ് ഒരു ബൈക്കിലെത്തിയ ഈ മോഷണ സംഘം ഇവരെ തടഞ്ഞു നിർത്തുകയും ഈ ബൈറോൺ മന്ദിറിലെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോഴേക്കും അവിടെ തടഞ്ഞു നിർത്തി ഇവരെ തോക്കിൻ മുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തി ഈ ബാഗ് കൈക്കലാക്കിയത്. അതിനുശേഷം ഇവർ മുങ്ങുകയായിരുന്നു. ഇവരുടെ വാഹന നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ഇരകളായിട്ടുള്ളവർ പറയുന്നത്. ഈ ശിവകുമാർ യാദവ്, ഒപ്പം തന്നെ 55 വയസ്സുള്ള ഇയാളുടെ കൂടെ വന്ന മറ്റൊരാൾ, 2 പേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് ഈ മോഷ്ടാക്കൾ സഞ്ചരിച്ച ഈ ബൈക്കിന്റെ നമ്പർ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നാണ് പോലീസിനോട് പറഞ്ഞത്. പോലീസ് ആ ജ്വല്ലറിയിലടക്കം പരിശോധന നടത്തി. ഇവർ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ആദ്യം ഉറപ്പാക്കി. അപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ഈ ബാഗിനകത്ത് 500 ഗ്രാം സ്വർണവും 35 കിലോ വെള്ളി ആഭരണങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ്. ഏതാണ്ട് 1 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. പോലീസ് അവിടുത്തെ CCTV അടക്കം പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രതികളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. എന്തായാലും പട്ടാപ്പകൽ ഉണ്ടായ ഈ മോഷണത്തിന്റെ ഞെട്ടലിലാണ് ഡൽഹി. അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡൽഹിയിൽ 1 കോടി രൂപയുടെ സ്വർണ്ണമാണ് കവർന്നിരിക്കുന്നത്. 1/2 കിലോ സ്വർണവും 35 കിലോ വെള്ളിയുമാണ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.